ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. യെരുശലേമിൽ ശിമിയോൻ എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. പരിശുദ്ധ തൃത്വ ഏക ദൈവത്തിന് സ്തുതി. ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ആ സമയത്ത് അമ്മ മേരിയും യൗസേപ്പ് പിതാവും കുഞ്ഞു പൈതലിനെ എടുത്ത് ദേവാലയത്തിൽ ചെല്ലുന്ന ആ സമയത്ത് അവിടെ കടന്നു ചെല്ലുന്ന ശിമിയോൻ. നമ്മുടെ ജീവിതത്തിലും ദേവാലയത്തിലേക്കുള്ള ഓരോ യാത്രകളും ആരാധനകളിൽ നമ്മൾ പങ്കെടുക്കുന്നതും അവൻ്റെ തിരുബലികളിൽ ഒരു ഭാഗവാക്കായി അവനെ അനുഭവിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നതുകൊണ്ടും ആ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ വിശുദ്ധ ദേവാലയത്തിലേക്ക് നാം ഓരോരുത്തരും നമ്മുടെ ആത്മനിയോഗത്താൽ കടന്നു ചെല്ലുന്നവരുമാണ്. ഇവിടെ ശിമിയോൻ എന്ന മനുഷ്യനെ കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുവാൻ ഭാഗ്യം ലഭിക്കുന്ന ഈ ഒരു സന്ദർഭം, ആ ഒരു ഭാഗ്യം ഓരോ ദിവസത്തിലും ദൈവം നമുക്കും തരുന്നു. മനസ്സിൻ്റെ വിശുദ്ധിയോടെ, താഴ്മയുള്ള ഹൃദയത്തോടെ, നുറുങ്ങിയ സ്വന്തം അഹത്തോടെ അവനെ കാണണം, അവനെ മാത്രം കാണണം എന്ന ഒരു വലിയ തീഷ്ണതയുള്ള ആഗ്രഹത്തോടെ അവൻ്റെ ആലയത്തിൽ ചെല്ലുന്ന നാം ഓരോരുത്തരും പിറന്നു വീഴുന്ന കുഞ്ഞേശുവിനെയും നമ്മളെ ഓരോരുത്തരെയും പിതാവാം ദൈവത്തെ കാണിച്ചു തന്ന 3.5 വർഷം പരസ്യമായി ഈ ലോകത്തിൽ ജീവിച്ച യേശുവിനെയും നമുക്കായി കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതനായ യേശുവിനെയും നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുന്ന ആത്മനിയോഗം, വിശുദ്ധ ദേവാലയത്തിലേക്കുള്ള നമ്മുടെ യാത്ര. ദൈവമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകളാൽ അവനെ കാണുവാനും അവനെ കേൾക്കുവാനും അവനെ അനുഭവിക്കുവാനും സാധിക്കുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഭക്തിയോടും ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്ന അവനിലുള്ള നീതിയിൽ ജീവിക്കുന്ന ഒരു പച്ചയായ പാപിയായ മനുഷ്യനാണ് ഞാൻ എന്ന നല്ല ബോധ്യത്തിലും അവനെ പിൻചെല്ലുവാൻ, അവനെ ഹൃദയങ്ങളിൽ എടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അർഹതയുള്ളവരാക്കി തീർക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.